വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പരസ്പരം പഴിചാരുന്ന മനുഷ്യരുടെ ലോകമാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകം. പണ്ട് കാലത്തൊക്കെ മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്: അന്തസ്സും ആഭിജാത്യവുമുള്ളവരുടെ പെരുമാറ്റ രീതികളെന്ന്. ഉന്നത കുലജാതർ, ഉയർന്ന കുടുംബങ്ങളിൽ ജനിച്ചവർ, അഥവാ രാജാക്കന്മാരുടെ രാജപരമ്പരയുടെ ഭാഗമായവർ, ഇവരുടെയൊക്കെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഇതാണ്: തങ്ങൾ ചെയ്ത കാര്യം അത് തങ്ങളാണ് ചെയ്തതെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം. ഒരു തെറ്റാണെങ്കിലും അത് ശരിയാണെങ്കിലും അത് ഞാനാണ് ചെയ്തതെന്ന് പൊതുമധ്യത്തിൽ ഭയപ്പെടാതെ പറയുവാനുള്ള കരുത്ത്, ഇതുപോലെ ആഠ്യത്വമുള്ളവരുടെ സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ നമ്മളിൽ പലരും ഇന്നും ആഠ്യത്വവും ആഭിജാത്യവും ഒക്കെ വളരെ കൂടുതൽ പൊങ്ങച്ചമായി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ പോലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണം മറ്റുള്ളവരാണെന്ന് പറയുന്നതിൽ ഒരു നിയമബിരുദം നേടിയതുപോലെയാണ് നമ്മളുടെ പെരുമാറ്റം. മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിച്ച് വാദിച്ച് രക്ഷപ്പെടുവാനുള്ള നമ്മുടെ സാമർഥ്യം ഈ ലോകത്തിൽ മറ്റാർക്കും ഉണ്ടാകില്ല എന്നും നമ്മൾ അഭിമാനിക്കുന്നുണ്ടാകാം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളിൽ നിന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് കാണാം എപ്പോൾ മുതലാണ് ഈ സ്വഭാവം മനുഷ്യരിൽ പ്രവേശിച്ചത്. ഇത് പിശാചുമായുള്ള സഹവാസത്തിൻ്റെ ഒരടയാളമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ഈ വ്യക്തി നിമിത്തമാണ് ഞാൻ തെറ്റു ചെയ്തതെന്ന് ആദ്യമായി ആദം, പിശാച് മൂലമാണ് ഞാൻ തെറ്റു ചെയ്തതെന്ന് ഹവ്വ വിളിച്ചു പറഞ്ഞത് പിശാചുമായി അവരുടെ കമ്മ്യൂണിക്കേഷൻ അഥവാ അവരുടെ സഹവാസം ആരംഭിച്ചതിന് ശേഷമാണ്. പിശാചിൻ്റെ സ്വാധീനം അവരിൽ നിലനിൽക്കുന്നതിനാൽ അവർ ചെയ്ത തെറ്റ് അവർ നിമിത്തമല്ല എന്ന് പറയുവാൻ അവർ തയ്യാറാവുകയാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ദൈവം ഏറ്റവും അധികം ആനന്ദിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ വീഴ്ചയുടെ കാരണം താനാണ് എന്ന് സമ്മതിക്കുന്നതിനെയാണ് എന്നാണ് യേശു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് പശ്ചാത്താപത്തോടു കൂടെയുള്ള പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ അഥവാ കുറ്റസമ്മതം ഒരുവൻ നടത്തുന്നിടത്ത്, ഞാൻ പാപിയാണ്, ഞാനാണ് പാപി എന്നൊരാൾ ഏറ്റുപറയുന്നിടത്ത്, ഞാനാണ് തെറ്റുകാരൻ എന്നൊരാൾ വിളിച്ചു പറയുന്നിടത്ത്, അവിടെയാണ് അവൻ്റെ ആത്മീയത ആരംഭിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആദം ആയിരുന്ന ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ വിമുക്തരാകുന്നത്. അതായത് നമ്മളുടെ ആദ്യ മാതാപിതാക്കളായിരുന്ന ബന്ധനത്തിൽ നമ്മൾ ആയിരിക്കുന്ന നിമിഷങ്ങളിലൊന്നും ഒരു തെറ്റു ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുവാൻ ആഗ്രഹിക്കില്ല. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ ജീവിതത്തിൽ, ഓഫീസിൽ, സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത് തെറ്റിൻ്റെ കാരണം വേറൊരാളാണ് എന്ന് പറയുവാനുള്ള പരിശ്രമമാണ്. ഈ ഒരവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ ഒരു ദിവസം പോയി. അവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കബോർഡിൽ അടുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കളിപ്പാട്ടങ്ങൾ കണ്ടു. വർഷങ്ങൾ പഴക്കമുള്ള എങ്കിലും പുതുമ മാറാത്തതുപോലെ ഇരിക്കുന്ന ഈ കളിപ്പാട്ടങ്ങൾ എന്നെ ആകർഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെപ്പോൾ വാങ്ങിയതാണ്? മക്കൾക്ക് വേണ്ടിയോ ചെറുമക്കൾക്ക് വേണ്ടിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും പോയി സെലക്ട് ചെയ്ത കളിപ്പാട്ടങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കുട്ടികളെ കളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധി ഒരു പ്രത്യേക രീതിയിൽ വികസിക്കും. ഓരോ വർഷവും ഈ കുട്ടികൾ, എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ ഓരോരോ കളിപ്പാട്ടങ്ങൾ ഞാൻ വാങ്ങിച്ചു. അവരോടൊപ്പം വരുന്ന ഞാനും ഭാര്യയും കളിച്ചു. അങ്ങനെ ഞങ്ങൾ അവരുടെ ബുദ്ധി വികാസത്തിന് പങ്കുവഹിച്ചു. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഉയർന്ന നിലവാരമുള്ള ഉന്നതമായ ജോലികൾ ചെയ്യുന്നത്. സത്യമാണ്, അത് വളരെ ആദരണീയമായ പൊസിഷൻസിലാണ് അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ മറ്റൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ആ ഇടവകയിലെ മതബോധന കേന്ദ്രത്തിൽ നിന്നും ഒരു അധ്യാപിക
അനേകം കുട്ടികൾ, ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുമുണ്ട്. ഒരു മതാധ്യാപിക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ക്ലാസ്സിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് കുട്ടികളെ ഇറക്കി വിട്ടത്രേ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, ആവശ്യമുള്ളവർ മാത്രം ഈ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അപ്പോൾ അന്ന് ഇറങ്ങിപ്പോന്ന കുട്ടികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളുമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതുപോലുള്ള അധ്യാപകർ നിമിത്തമാണ് എൻ്റെ മക്കൾ വിശ്വാസത്തിൽ വളരാതിരുന്നത്. ഒരു നിമിഷം ഞാൻ സ്തബ്ധനാവുകയും ഈ രണ്ട് പ്രസ്താവനകളും തമ്മിൽ തുലനം ചെയ്യാനാവാതെ അവിടെ ഇരുന്ന് ആകെ അസ്വസ്ഥനാവുകയും ചെയ്തു. ഒരിടത്ത് തങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുണ്ടായ ഔന്നത്യം, വിജയം, നേട്ടം, ഇതിൻ്റെ എല്ലാം പിന്നിൽ തങ്ങൾ നടത്തിയ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിശീലന പരിപാടിയുടെ ഒരു റിസൾട്ടായിട്ടാണ് അവരുടെ വിജയമെന്ന് അവതരിപ്പിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹം. മറുവശത്ത് തങ്ങളുടെ മക്കൾക്കുണ്ടായ ആധ്യാത്മിക പരാജയം അഥവാ ഔന്നത്യമില്ലായ്മ മറ്റാരുടെയോ കുറ്റമാണെന്ന് സ്ഥാപിക്കുവാനുള്ള വ്യഗ്രത, ഇത് രണ്ടും ഒരിക്കലും ഒത്തുപോകുന്നില്ല. ഒരു പക്ഷേ മക്കളുടെ വിജയത്തിന് കാരണം, ഏതെങ്കിലും ഒരു വിജയത്തിന് കാരണം നമ്മളാണെങ്കിൽ മറ്റൊരു ഭാഗത്തുള്ള പരാജയത്തിൻ്റെ കാരണവും നമ്മളാണെന്ന് പറയുവാനുള്ള ഒരു ആർജവം കാണിക്കണ്ടേ? പ്രിയമുള്ളവരെ, ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരവസ്ഥയാണിത്. ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. മക്കളുടെ ആധ്യാത്മിക ഔന്നത്യം അഥവാ മക്കളുടെ സ്വഭാവ രൂപീകരണം അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമതയില്ലായ്മയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ കൈ കഴുകുന്ന പീലാത്തോസിൻ്റെ നയം കൊണ്ടു നടക്കുന്ന അനേകം മാതാപിതാക്കളെ നമുക്കിന്ന് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, മികച്ച മതാധ്യാപകർ ഉള്ളിടങ്ങളിൽ ഒരുപക്ഷെ വളരെ പ്രഗത്ഭരായ വൈദികർ അല്ലെങ്കിൽ കന്യാസ്ത്രീകളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ കാറ്റഗിസത്തിനും മതാധ്യാപനത്തിനുമൊക്കെ വളരെ ഔന്നത്യമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ലാതെ അത്തരം സ്കില്ലുകൾ ഇല്ലാത്തവരും നമ്മളുടെ ഇടവകയിലും നമ്മളുടെ പ്രദേശങ്ങളിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരും. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, നമ്മൾ വളരെ സ്കിൽഡ് ആണല്ലോ. നമ്മളെപ്പോലുള്ളവർ ഈ ശുശ്രൂഷകൾക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകാതെ വരുമ്പോൾ പിന്നെ ആരാണ് അവിടെ ഉള്ളവരെ ആ ശുശ്രൂഷ ചെയ്യാൻ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ വന്ന ആ മനസ്സിനെ നമ്മൾ ആദരിക്കുകയാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത് നമ്മൾ ഒരു കാര്യം, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ വീട്ടിലെ കുട്ടി മെഡിക്കൽ എൻട്രൻസ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ആ കുട്ടി പഠിച്ച സ്കൂളിൻ്റെ മികവോ അതോ അവരെ ശ്രദ്ധിക്കുവാൻ നമ്മൾ കാണിച്ച നമ്മളുടെ സാമർഥ്യത്തിൻ്റെ മികവോ? പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. നമ്മളാണ്, നമ്മളുടെ വീട്ടിലെ പരിശീലനമാണ് നമ്മളുടെ കുഞ്ഞിനെ ഉയരങ്ങളിൽ എത്തിച്ചതെന്ന് നമ്മൾ അവകാശപ്പെടും. ഒരു വിധത്തിൽ സത്യവുമാണ്. അങ്ങനെ അല്ല എങ്കിൽ സ്ഥാപനങ്ങളാണ് കുട്ടികൾക്ക് വിജയം കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരേപോലെ വിജയം വരണം. ഒരേ ബുദ്ധിശക്തിയോ ചിലപ്പോൾ കൂടുതൽ ബുദ്ധിശക്തിയോ ഉള്ളവർ ചിലപ്പോൾ മികവിൽ വ്യത്യാസം കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വീട്ടിലുള്ള ശ്രദ്ധ തന്നെയാണ്. ഇതാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? വീട്ടിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ള ആരെങ്കിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന വ്യതിയാനം വളരെ നോട്ടബിളാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ചുറ്റുപാടുമുള്ള മറ്റ് ശുശ്രൂഷ സംവിധാനങ്ങളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? മക്കൾ മാതാപിതാക്കളുടെ കൂടെയല്ലേ ബഹുഭൂരിപക്ഷം സമയവും ചെലവഴിക്കുന്നത്? ഒരുപക്ഷെ അധ്യാപകരാണെങ്കിൽ പോലും ഓരോ വർഷവും അധ്യാപകർ മാറി മാറി വരും. മതാധ്യാപകരും വൈദികരും മാറി മാറി വരും. എന്നാൽ ഒരു ശുശ്രൂഷയിൽ മക്കളുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒരിക്കലും മാറ്റമില്ലാതെ വർഷങ്ങൾ അവരെ അനുധാവനം ചെയ്യുന്നത് ആരാണ്? മാതാപിതാക്കളല്ലാതെ മറ്റാരുമല്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന അസാധാരണമായ ഈ ഒരു കടമ അല്ലെങ്കിൽ ഈ ഒരു കഴിവ്, ഇത് ചെയ്യുവാനുള്ള സാമർഥ്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ബുദ്ധിശക്തിയും മക്കളുടെ മേലുള്ള സ്വാധീനവും, ഇത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മളുടെ മക്കൾ ആത്മീയതയിൽ മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ മേൽ വെച്ചു കെട്ടുന്നത് ശരിയാണോ? അതിനാൽ ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ ഒരു വിചിന്തനത്തിൻ്റെ ആവശ്യമുണ്ട്. ആഴ്ചയിൽ ഒരു തവണ മാത്രം കാണുന്ന മതാധ്യാപകനും വല്ലപ്പോഴും ഒരിക്കൽ മാത്രം കാണുന്ന
മറ്റ് ശുശ്രൂഷാ മേഖലകളിലുള്ളവരുമല്ല നമ്മളുടെ മക്കളുടെ ആത്മീയ പോഷണത്തിന് ഉത്തരവാദികളായിരിക്കുന്നവർ, അഥവാ ആത്മീയമായിട്ടുള്ള ഔന്നിത്യമില്ലായ്മയ്ക്ക് ഉത്തരവാദിത്യമായിരിക്കുന്നവർ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ എന്ന് സമ്മതിക്കുന്നുവോ, മറ്റുള്ളവരുടെ മേൽ കുറ്റാരോപണം നടത്തുന്നത് നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നത് എന്ന് തിരിച്ചറിയുന്നുവോ, അന്ന് മാത്രമേ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി ക്രിയാത്മകമായത് എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ, നമ്മളുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്തു? കുഞ്ഞിനെ നഴ്സറിയിൽ ആക്കിയത് മുതൽ കുഞ്ഞിൻ്റെ ഡിഗ്രിയും മറ്റ് പല ഭാഗങ്ങളും കടന്നു വരുന്നത് വരെ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ചു. അതിനുവേണ്ടി നമ്മൾ എവിടെയൊക്കെ പോയി. നമ്മൾ ഒരു അധ്യാപകൻ ശരിയല്ല എന്ന് തോന്നിയാൽ മറ്റൊരു അധ്യാപകനെ തിരക്കിപ്പോകുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് ട്യൂഷൻ ശരിയായില്ലെന്ന് തോന്നിയാൽ മറ്റൊരു ട്യൂഷൻ അന്വേഷിച്ച് പോകുന്നു. എവിടെയെങ്കിലും താമസിപ്പിച്ച് പഠിപ്പിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് കണ്ടാൽ അവിടെ താമസിച്ച് പഠിപ്പിക്കുവാൻ നമ്മൾ ക്യൂ നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രമാത്രം കഠിന പരിശ്രമം നടത്തി നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിജയം ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയതയ്ക്ക് വേണ്ടി പരിശ്രമിക്കാത്തത്? അങ്ങനെ പരിശ്രമിക്കാത്തതോ പോകട്ടെ, അതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഇടവക വികാരിക്കുള്ളതിനേക്കാൾ ആത്മീയ അധികാരം കൈയാളുന്നവരാണ് മക്കളുടെ മേൽ മാതാപിതാക്കൾ. ചെറിയൊരു ഉദാഹരണമാണ്. വികാരിയച്ഛൻ ഈ ഇടവകയിലെ കുട്ടികളെല്ലാവരും ഒരു താമസിച്ചുള്ള ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ഒരു അപ്പനും അമ്മയ്ക്കും അതിനെ നിഷേധിക്കുവാനുള്ള ഒരു അധികാരമുണ്ട്. അതിനെ വൈദികൻ പോലും ആദരിക്കും. പോകണ്ട എന്ന് അപ്പനും അമ്മയും പറഞ്ഞാൽ ആ കുഞ്ഞിനെ നിർബന്ധിക്കാൻ വൈദികന് പോലും ആവില്ല. അതാണ് നമ്മുടെ സാഹചര്യം. അങ്ങനെ ഇരിക്കവേ വൈദികർക്ക് പോലും കന്യാസ്ത്രീകൾക്കും മതാധ്യാപകർക്കും പരിമിതികളുള്ള ലോകത്ത് അവരുടെ മേൽ നമ്മൾ ഒരിക്കലും കുറ്റം ആരോപിക്കരുത്. നമ്മുടെ തലമുറ ചീത്തയാകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഈ ഇടവക ജനത്തിനാണ് ഈ സ്വന്തം തലമുറയെ വാർത്തെടുക്കുവാനുള്ള പ്രധാന ഉത്തരവാദിത്തം. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ നിലകൊള്ളേണ്ടത് നമ്മളാണ്. ഏറ്റവും സമർത്ഥരായ അധ്യാപന വൈഭവമുള്ളവർ കടന്നു വരുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളാണ്. അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പഴിചാരൽ നടക്കുന്നത് ഇവിടെയാണ്. അത് നിർത്തുന്നതോടുകൂടി കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ കേൾക്കവേ ഒരിക്കലും അവരുടെ ആത്മീയ തകർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരാണെന്ന് പറയരുത്. നിങ്ങളാണെന്ന് കുറ്റസമ്മതം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവം കേൾക്കവേ പറയണം, ദൈവമേ, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ ഭൗതിക കാര്യങ്ങൾക്ക് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മീയ കാര്യത്തിന് വേണ്ടി ഒരിക്കലും നടത്തിയിട്ടില്ല. ഈ കുറ്റസമ്മതം ദൈവം കേൾക്കുന്നിടത്ത് പിശാചിൻ്റെ ഒരു പിടിവിടും. ആ സമയം ദൈവം അതിനെ ഒരു പശ്ചാത്താപമായും മനസ്താപമായും കാണും. ഇത് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത മനസ്താപമാണ്. നമ്മൾ നടത്തുന്ന ഒരു ഉത്തരവാദിത്തമില്ലായ്മ, നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്ന ഒരു വീഴ്ച, അത് ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയേണ്ടതാണ്. ഇത് മാതാപിതാക്കളുടെയും മക്കളുടെയും ബന്ധത്തിൽ മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലും ഇത് തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുവാൻ സാധിക്കും. ഒരു ഭാര്യയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഭർത്താവിന് എത്രമാത്രം പങ്കുണ്ടെന്ന് നമുക്കറിയില്ല. ദൈവം അത് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഭർത്താവിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഭാര്യയ്ക്കുള്ള പങ്ക് നമുക്കറിയില്ല. വചനം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. 1 കൊരിന്തോസ് 7:15 അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതൊരു ദൈവവചനമാണ്, ഇതൊരു സത്യമാണ്. അതായത് നമ്മളുടെ ജീവിത പങ്കാളിക്ക് അവിശ്വാസം നിമിത്തം, വിശ്വാസത്തിൻ്റെ ആ ഏറ്റക്കുറച്ചിലാണ് ഒരു വ്യക്തിയുടെ ആത്മീയ വൈകല്യങ്ങൾക്ക് കാരണം. പ്രിയമുള്ളവരെ, ആത്മീയ കുറവുകൾക്ക് കാരണം ഇതാ നമ്മുടെ ജീവിത പങ്കാളിക്ക് ആത്മീയമായി ഒരു കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ ജീവിത പങ്കാളിയുടെ കുറവ് നികത്തുന്നതിനുള്ള ഉത്തരവാദിത്തം എന്നിൽ നിക്ഷിപ്തമാണെന്നും എൻ്റെ ഉത്തരവാദിത്ത കുറവ് കൊണ്ടും പ്രാർത്ഥന കുറവ് കൊണ്ടുമാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മീയ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുന്നതെന്ന് സമ്മതിക്കുവാനുള്ള ഒരാർജവം നമ്മൾ കാണിക്കണം. അത് ഒരു മനസ്താപത്തിൻ്റെ ലക്ഷണമാണ്. ആദ്യമായി നമ്മൾ നടത്തേണ്ട ഒരു കുറ്റസമ്മതമാണ്. നമ്മളുടെ കുടുംബത്തിൽ മക്കളുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ കാര്യത്തിലും നമുക്ക് സ്വാധീന ശക്തിയുണ്ടെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? പ്രിയമുള്ളവരെ, വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയാമോ? ആ കൂദാശ, എല്ലാ കൂദാശകളും അങ്ങനെ തന്നെയാണ്. ആ കൂദാശയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള കൃപ അഥവാ ദൈവിക ശക്തിയും അതിനുള്ള അധികാരവും ആ വലിയ കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കുവാനുള്ള ആത്മീയ അധികാരം ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ എക്സർസൈസ് ചെയ്യാതിരുന്നാൽ, ഒരു പോലീസുകാരൻ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ, ഒരു SI
തൻ്റെ മേഖലയിലുള്ള അക്രമകാരികളെ ഒന്നും അമർച്ച ചെയ്യാതെയും പിടിക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ ആ ദേശത്ത് ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന് തന്നെയാണ് എന്നത് നമുക്ക് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നമ്മുടെ ജീവിത പങ്കാളിയുടെ മേൽ ആത്മീയ അധികാരം നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രയോഗിക്കാനുള്ള അധികാരമല്ല, ആ വ്യക്തിയുടെ മേൽ ആത്മീയമായ ഒരു അവകാശവും ആ വ്യക്തിയെ സ്വാധീനിക്കുവാനുള്ളൊരു കൃപയും നമ്മളുടെ മേലുണ്ടായിരിക്കെ നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും ആത്മീയമായ മാർഗങ്ങളിലൂടെയും ആ വ്യക്തിയെ മാറ്റാത്തതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മളുടെ ജീവിത പങ്കാളിയിൽ കാണുന്ന കുറവിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ്. ഈ കുറ്റസമ്മതം നമ്മൾ എന്ന് നടത്തുന്നുവോ അന്ന് നമ്മളുടെ കുടുംബത്തിലേക്ക് കർത്താവിന് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കും. ഈ കുറ്റസമ്മതം നടത്തുവാനുള്ള വിമുഖത നമ്മൾ ആദ്യമായി കണ്ടതും മാതാപിതാക്കൾ പിശാചുമായൊരു ബന്ധം സ്ഥാപിച്ച ആദ്യ മാതാപിതാക്കളുടെ അനുഭവത്തിലാണ്. അതുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴാണോ മറ്റൊരു വ്യക്തി നിമിത്തമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായതെന്ന്, നമ്മൾ ജീവിത പങ്കാളി നിമിത്തമാണ് ഞാനിങ്ങനെയായതെന്നും ഞങ്ങൾ തകർന്നതെന്നും പറഞ്ഞു തുടങ്ങുന്നിടത്ത് നമ്മൾ പിശാചുമായുള്ള ബന്ധത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്ന് നമ്മളത് അവസാനിപ്പിച്ചിട്ട് ദൈവമേ എൻ്റെ ഭാഗത്ത് ഞാൻ അങ്ങയോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഇതെന്നേ പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൃത്യവിലോപം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പാദത്തിൽ വീഴുന്നതാണ് പ്രിയമുള്ളവരെ മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ അടയാളം. അങ്ങനെ നമ്മുടെ കുറവ് ദൈവസന്നിധിയിൽ സമ്മതിക്കുക. ഒരു പക്ഷെ തീർച്ചയായിട്ടും മറ്റു വ്യക്തികളുടെ കുറവുകൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർത്താവ് നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. നീ മറ്റുള്ളവരുടെ കാര്യം എന്നോട് പറയണ്ട, നീ നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാപിനിയായ സ്ത്രീയെ കർത്താവ് രക്ഷപ്പെടുത്തുന്ന സ്ഥലത്താണ്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് അവളെ ശിക്ഷിക്കണമെന്ന് പറയുന്ന ആളുകളോട് കർത്താവ് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളാരും ഇവളുടെ കുറ്റം എൻ്റെ അടുത്ത് പറയണ്ട, നീ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് എന്നോട് പറ. ഇതാണ് കർത്താവ് അവരോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ ദൈവസന്നിധിയിൽ നിരത്താൻ പോകുന്ന പ്രാർത്ഥനയേക്കാൾ കർത്താവിന് ഇഷ്ടം കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്ന നിമിഷമാണ്. നമ്മളുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കാനുണ്ടായിരുന്നിടത്ത് ക്ഷമിച്ചില്ലെങ്കിൽ, നമ്മൾ പൊറുക്കാനുണ്ടായിരുന്നിടത്ത് പൊറുത്തില്ലെങ്കിൽ, നമ്മൾ ശത്രുവിന് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തിക്ക് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാനുള്ളിടത്ത് നമ്മളത് ചെയ്യാതിരുന്നെങ്കിൽ, പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ചെങ്കിൽ, ഈ സമയം നമ്മൾ ദൈവസന്നിധിയിൽ പറയേണ്ടത് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നാണ്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ കർത്താവ് പറയുക, നീ അവൻ്റെ കാര്യം എന്നോട് പറയണ്ട, അല്ലെങ്കിൽ അവളുടെ കാര്യം എന്നോട് പറയണ്ട, നീ എന്നോട് പറയേണ്ടത് നിൻ്റെ കാര്യമാണ്. അവൾ ഇങ്ങനെ പെരുമാറുമ്പോൾ, അവൻ ഇങ്ങനെ പെരുമാറുമ്പോൾ നീ എങ്ങനെ പെരുമാറണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കർത്താവ് നമ്മളോട് ചോദിക്കും, അങ്ങനെ നീ പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെ പെരുമാറിയിട്ടില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് ആ കാര്യമാണ് പറയേണ്ടത്. കർത്താവെ, വിശുദ്ധയാകാനുള്ള ഒരു ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തി, എന്നോട് ക്ഷമിക്കണം. ഇതാണ് നമ്മൾ കർത്താവിനോട് പറയേണ്ടത്. യഥാർത്ഥത്തിൽ വിശുദ്ധരെല്ലാം ഇത്തരം സന്ദർഭങ്ങളിൽ വിജയം വരിച്ചു എന്നുള്ളതാണ് അവരുടെ നേട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, നടപടി പുസ്തകം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. ഇതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. നമ്മളോടൊരാൾ വീട്ടിൽ തെറ്റ് ചെയ്യുമ്പോൾ കർത്താവ് നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ആ തെറ്റിനെ വെച്ച് അയാളെ ഒരിക്കലും വെറുക്കരുത്. ആ വ്യക്തിയെ ആ തെറ്റ് പരിഗണിക്കാതെ നമ്മൾ സ്നേഹിക്കണം. ആ വ്യക്തിക്ക് നമ്മൾ നന്മ ചെയ്യണം. ആ വ്യക്തിയോട് നമ്മൾ കരുണ കാണിക്കണം. തിരുത്താൻ അധികാരമുണ്ടെങ്കിൽ തിരുത്തരുതെന്നല്ല, പക്ഷേ ആ വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം യേശു നമ്മളോട് കാണിക്കുവാൻ പറഞ്ഞ സ്നേഹമായിരിക്കണം. ഇത് കാണിക്കാതിരുന്നിട്ട് ദൈവസന്നിധിയിൽ ആ വ്യക്തിക്കെതിരെ നമ്മൾ കൈ ഉയർത്തുക ക്രിസ്തീയതയിൽ അനുവദനീയമല്ല സഹോദരരെ. കർത്താവ് നമ്മളോട് കടന്നു വരുമ്പോൾ ആദ്യം ചോദിക്കും, ഓക്കെ, ആ വ്യക്തി നിന്നോട് ഇങ്ങനെ ചെയ്തുവല്ലേ, അപ്പോൾ നീ എന്താണ് ചെയ്തത്? പ്രിയമുള്ളവരെ, ഈ കുറ്റസമ്മതത്തിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മളുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ, കുടുംബാംഗങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഇതുപോലെ പല കുറ്റാരോപണങ്ങളും നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറ്റാരോപണം നടത്തുന്ന ഒരു കാര്യം നമുക്ക് സംഭവിച്ചു പോയ തകർച്ചകളുടെയും വീഴ്ചകളുടെയും കാര്യത്തിലാണ്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് ഇന്ന വ്യക്തികൾ കാരണമാണ് എന്ന് പറയുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, ഇവിടെയും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിൽ
നമ്മളുടെ ഉത്തരവാദിത്തമില്ലായ്മയെ നമ്മൾ സമ്മതിക്കാത്തതാണ്. നമ്മൾ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ഒരു അന്തസ്സാണ്. അതായത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കർത്താവിനോട് പറയുക. എനിക്ക് വീഴ്ച വരാൻ വേറെ ഒരുപാട് സാഹചര്യങ്ങൾ കാരണമായിരിക്കും, അത് സത്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നീ എന്ത് ചെയ്തു എന്ന് പറയുക എന്നുള്ളതാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് നമ്മളുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് നമ്മളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളൊക്കെ എടുത്ത് നേർത്തുമ്പോൾ ഈ സാഹചര്യമാണ്, ഇന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ആളുകളോട് പറയുമ്പോൾ അങ്ങനെ ഒന്നും പറയണ്ട. ഇറ്റ്സ് മീ, ജസ്റ്റ് ബിക്കോസ് ഓഫ് മീ, ഞാൻ കാരണമാണ് എനിക്കിത് സംഭവിച്ചത്. ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് പിശാചിൻ്റെ പിടി നമ്മളിൽ നിന്ന് വിടും. കാരണം പിശാച് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിയുടെ സ്വഭാവമാണ് എൻ്റെ തകർച്ചയ്ക്ക് കാരണം വേറൊരാളാണെന്ന് പറയുന്നത്. അത് എന്നാണ് അവസാനിക്കുന്നത്? എൻ്റെ തകർച്ചയ്ക്ക് കാരണം, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം ഞാൻ തന്നെയാണെന്ന് പറയുന്നിടത്ത് അത് അവസാനിക്കുന്നു. നമ്മൾ അവസാനമായി ഞാനൊരു കാര്യം പറയുകയാണ്. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ വളരെ മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാംസ്കാരിക വ്യതിയാനങ്ങൾ സംഭവിച്ച, സാമൂഹ്യ വ്യതിയാനങ്ങൾ സംഭവിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കളെല്ലാം മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് സ്കൂളുകളിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന ഒരു അവസരം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പല സാഹചര്യങ്ങളിലും രാജ്യങ്ങൾ വിട്ടുപോകുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ, എല്ലാ അവസരങ്ങളിലും മനുഷ്യകുലം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അന്നത്തെ മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് പരിഹരിക്കുവാനുള്ളൊരു മാർഗം അവർ കൂട്ടായി തീരുമാനമെടുത്തു. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ യുഗം, മൊബൈലിൻ്റെ യുഗം, അങ്ങനെ നമ്മളുടെ മക്കൾ നമ്മുടെ കൈകളിൽ കിട്ടാത്ത, ജീവിത പങ്കാളിയെ കയ്യിൽ കിട്ടാത്ത, നമ്മുടെ മനുഷ്യർക്ക് തമ്മിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്, ഒരു യുഗമാണ്. ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ സംസ്കാരം ഈ മാറുന്നതിനനുസരിച്ച്, ഈ സാഹചര്യം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ഒരു പുതിയ സംസ്കാരം പടുത്തുയർത്തുക എന്നുള്ളത്, ദൈവവചനത്തിനനുസൃതമായ ഒരു പുതിയ ചിട്ട ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. അതുകൊണ്ട് കുടുംബത്തിൽ കൂട്ടായിരുന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. എങ്ങനെയാണ് നമ്മളുടെ സ്വന്തം തെറ്റുകൾ അംഗീകരിച്ച് മാറാൻ സാധിക്കുക? നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, മറ്റുള്ളവരെയും സമൂഹത്തെയും ഇൻ്റർനെറ്റിനെയും ഉപകരണങ്ങളെയും ഒക്കെ പഴിചാരി ഇന്നത്തെ ഞങ്ങളുടെ വീഴ്ചകൾക്ക് കാരണം ഞങ്ങളല്ല, ടെക്നോളജിയാണെന്നും മറ്റു മനുഷ്യരാണെന്നും പറയുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇതുപോലുള്ള വെല്ലുവിളികൾ മനുഷ്യവർഗത്തെ നേരിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന വിദഗ്ധരായിരുന്ന മാതാപിതാക്കളും സമൂഹവും അതിനെ ക്രിയാത്മകമായി പരിഹരിച്ചു. പുതിയ സംവിധാനങ്ങൾ, ജീവിതക്രമങ്ങൾ രൂപപ്പെടുത്തി. കർത്താവെ, ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് അംഗീകരിക്കുവാനും പുതിയൊരു ജീവിതക്രമം അങ്ങയുടെ വചനപ്രകാരം രൂപപ്പെടുത്തിയെടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.